ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തിരുച്ചിറപ്പള്ളിയിലെ വ്ളോഗ്സൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഒരു വ്ളോഗും കൂടെ കൊണ്ട് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ പിറ്റേ ദിവസം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ അപ്പം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാൽ ഇങ്ങനെ കുറേ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ എന്നാലും ഇങ്ങനെ സ്വർണ്ണ കളറിൽ കുറേ പ്രതിമകൾ കാണാൻ പറ്റും. നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. കാരണം നമുക്കൊരു 10:30-ക്കോ 1:30-ക്കോ ഇടയിലൊക്കെ ആയിരുന്നു അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പകുതി കടൽ 450 ഏക്കറോളം ഉണ്ട് ആ ക്യാമ്പസ്. അത് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് അഡ്മിഷൻസൊക്കെ എടുത്തിട്ട് അഡ്മിഷൻ എടുക്കുന്നത് നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഫീ അടയ്ക്കണമായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ കാര്യമൊക്കെ സെറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കാണുന്നതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ അകമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് പുറത്തുള്ള റോഡാണ്, പക്ഷേ ആക്ച്വലി അല്ല, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അകമാണ്. അവിടെ പകുതി കൂടുതൽ കാടാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വരും. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ സൈക്കിൾ കൊണ്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടായിരിക്കും ഇത്ര വലുപ്പം ഇതിന്. ഞാനിങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാണ് ഭംഗി കൂടുതൽ, പക്ഷേ ഏരിയ കൂടുതൽ ഇവിടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എത്തി. ഇവിടെ ഒരുപാട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെ കുറേ സംഭവം. സൈക്കിളാണ് ഇവിടുത്തെ മെയിൻ. സൈക്കിൾ മാത്രമല്ല, സ്കൂട്ടി വേണ്ടവർക്ക് മേടിക്കാൻ പറ്റും. കാരണം ഇതിൽ കൂടെ നമുക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഒന്നാമത് ഭയങ്കര ചൂടാണ് അവിടെ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നല്ല ചൂടാട്ടോ. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എത്തിയിട്ട് നമ്മളവിടെ കയറി ഒരുപാട് സമയം എടുത്തു അഡ്മിഷന്. കാരണം അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം അവിടെ മലയാളിയായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നിലവിൽ വന്നതിലുള്ളൂ. പക്ഷേ എനിക്ക് അതുകൊണ്ട് ലാംഗ്വേജിൻ്റെ ചെറിയൊരു പേടിയുണ്ട്, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ അവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഞാൻ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ അവസാനം ഹോസ്റ്റൽ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാട്ടെ കാണുന്നത്. കാത്തോടെ കിടന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ വീഡിയോ. താങ്ക് യു.